ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്താന്നല്ലേ, റൂം മേക്ക് ഓവർ. മേക്ക് ഓവർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അടുക്കി പെറുക്കി വെക്കുക, അതാണ് എൻ്റെ ഉദ്ദേശം. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ എല്ലാ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ സാധനങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഞാൻ നിരത്തി വെച്ചേക്കാണ്, ഓരോന്നായിട്ടൊന്ന് അടുക്കി പെറുക്കാൻ വേണ്ടി. ഈ ബോക്സിൽ നമ്മുടെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ട്രൈപോഡ്സും പിന്നെ ഗ്ലൂ ഗണ്ണും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ ഈ അടുക്കി പറക്കലെന്ന് വെച്ചാൽ, പുതിയതായിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് ഒരു ചെറിയൊരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എല്ലാം കൊള്ളൂന്നാണ് എൻ്റെ ഒരു വിചാരം. ഫസ്റ്റ് റാക്കിൽ തന്നെ ഞാൻ വെച്ചത് പെയിൻറ്റിങ്സ് ആണ്. കാരണം എപ്പോഴും ഞാൻ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യും. അപ്പോൾ പെയിൻറ്റിങ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, എൻ്റെ അക്രിലിക് പെയിൻറ്റിങ് ആണെങ്കിലും അല്ലാത്ത സ്കെച്ച് പെൻ ആണെങ്കിലും പിന്നെ നമ്മുടെ എല്ലാ പെൻസിൽസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫസ്റ്റ് റാക്കി വെച്ചു. സെക്കൻഡ് വന്നിട്ട് എൻ്റെ നെക്സ്റ്റ് ഒരു ഹോബിയാണ് ഈ ജേർണലിങ്. ഇത് ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ്. ഓൾറെഡി ഞാൻ മിക്ക വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഗംസും ഞാൻ ഈ ഒരു ബോക്സിലായിട്ട് അങ്ങോട്ട് അറേഞ്ച് ചെയ്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പല ടൈപ്പിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യും. സെലോ ടൈപ്പോ സ്റ്റിക്കി ഗംസോ പലതും പലയിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ഓരോ സ്ഥലത്തും ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ ഏത് വേണേലും ഈ ഒരു ബോക്സ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് എല്ലാ ഓരോ സാധനങ്ങളും ഞാൻ അതുപോലെ അതനുസരിച്ചിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്തത്. ഇറ്റ്സ് കോൾഡ് ഈസി ആക്സസിബിൾ. അടുത്ത ഈ ഒരു റാക്കിലായിട്ട് ഞാൻ വെച്ചത് നമ്മുടെ എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ തിങ്സും ഏറ്റവും അവസാനത്തെ ഈ റാക്കിൽ എല്ലാ അലുകുലുത്ത സാധനങ്ങളും വാരിപ്പറക്കി അങ്ങോട്ട് വെക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ഒരു പ്ലാൻ. നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എഴുതാനൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ A4 ഷീറ്റ്, പിന്നെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് കുറേ പേപ്പേഴ്സ്, കളർ പേപ്പേഴ്സും അല്ലാത്ത കുറേ സംഭവങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നമ്മൾ ഈ കടയിലൊക്കെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് കിട്ടുന്ന ഈ വിൻറ്റേജ് പേപ്പറിൻ്റെ ബാഗില്ലേ, ആ സാധനങ്ങളിൽ നിന്ന് വെട്ടിയെടുത്ത പേപ്പേഴ്സ്, അങ്ങനെ കുറേ അലുകുലുത്ത സാധനങ്ങളുണ്ട്. അതെല്ലാം കൂടി ഞാൻ വിചാരിച്ചു ഇതിനകത്തോട്ടൊന്ന് വെക്കാമെന്ന്. ആദ്യം നമ്മൾ ഇതെല്ലാം കൂടി അടുക്കി പറക്കി വെക്കാൻ വേണ്ടി എല്ലാം കൂടി ഒന്ന് വാരി ഈ ഹോളിൽ ഫുൾ ഇടുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ എല്ലാം അങ്ങോട്ട് അടുക്കി വെച്ചപ്പോഴാണ് ഈ ഉള്ളവൾക്ക് ആ കാര്യം അങ്ങോട്ട് മനസ്സിലായത്. കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. മര്യാദയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല പൊളിയായിട്ടിരിക്കും. ഇപ്പം കാണിച്ച സാധനമാണ് ഈ മിനി പ്രിൻ്റർ. വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും അബദ്ധം പറ്റിയൊരു സാധനമാണ്. കാരണം ഇപ്പം ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് തന്നെ ഒരു 2 to 3 വീക്സ് അങ്ങനെയാണ്. അങ്ങനെ ഒരു അബദ്ധം പറ്റിയൊരു ഐറ്റമാണ്. ഇത് ഇങ്ങനെ മേടിച്ച് ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് പിന്നീട് എവിടെയെങ്കിലും കൊടുത്ത് നിങ്ങൾ റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഇനി നമുക്ക് ഡെസ്കും കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്തേക്കാം. ആദ്യം തന്നെ എൻ്റെ ജേർണൽസ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം കൂടി ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോളി ബൈബിൾ, കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരിക്കുമ്പം ബൈബിൾ വായിക്കാൻ തോന്നും ചിലപ്പം, അങ്ങനെയൊക്കെ. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ബൈബിളാണത്. നെക്സ്റ്റ് വന്നിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്സ്. ബാക്കി കുറേ എൻ്റെ കയ്യിലിരിക്കുന്നതെല്ലാം ഞാൻ വായിച്ചതാണ്. പുതിയതായിട്ട് റീസെൻ്റ്ലി ഇപ്പോൾ ഒരു ബുക്സും അങ്ങോട്ട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കാരണം മടിയാണ്, വായിക്കാനുള്ള ഒരു ത്വരയൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ നമ്മുടെ മിനി കലണ്ടർ, ഇവനില്ലാണ്ട് എന്ത് ഡെസ്ക് ഓർഗനൈസിങ് ആണ്. അപ്പോൾ അവനെ വെച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ക്രാഫ്റ്റുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ, എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. പിന്നെ ഇവന്മാർ രണ്ടുപേരും, ഇവന്മാർ എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എപ്പോഴും അതിനെ നോക്കിക്കൊണ്ട് ചുമ്മാരുന്ന് സ്വപ്നം കാണാൻ എല്ലാവരെയും പോലെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് ഞാനും. ഇത് നമ്മുടെ കുഞ്ഞൻ മഷ്റൂം. ഇതും ഞാൻ ഉണ്ടാക്കിയൊരു DIY ക്രാഫ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാം വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി. പിന്നെ ആകെയുള്ളൊരു പാർക്കർ പെന്നാണ്. ഇതിനെ ഞാൻ സത്യം പറഞ്ഞാൽ സ്വർണം പോലെ ഞാൻ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന സാധനമാണ്. ഒരേ ഒരു പാർക്കർ പെൻ. ഇതാണ് എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വില കൂടിയതും ആയിട്ടുള്ളൊരു പെന്നാട്ടോ. സോ അങ്ങനെ നമ്മുടെ ഡെസ്ക് ഓർഗനൈസിങ് കംപ്ലീറ്റ് ആയി. എനിക്ക് എൻ്റെ ഡെസ്ക് ഓർഗനൈസിങ് റീസെൻ്റ്ലി ഇപ്പോൾ ഇങ്ങനെ വെക്കാനാണ് ഇഷ്ടം. ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി വെക്കാൻ ഇഷ്ടമല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അങ്ങനെ അധികം ഡെസ്ക് ഓർഗനൈസ് ചെയ്യുന്ന ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എൻ്റെ കയ്യിലില്ല. ആൻഡ് മേ ബി ഇൻ ഫ്യൂച്ചർ വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മേ ബി വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് വെക്കാം. ഇനി നമ്മുടെ ബെഡും കൂടി നമുക്കൊന്ന് അടിപൊളിയാക്കാം. സോ അങ്ങനെ ഫൈനലി റൂമിൻ്റെ ചെറിയൊരു മേക്ക് ഓവർ ഇപ്പം തന്നെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വാളിൽ ഞാൻ ചെയ്ത കുറച്ച് ക്രാഫ്റ്റും പെയിൻറ്റിങ്സൊക്കെ ഞാനെടുത്ത് ഒട്ടിച്ച് വെച്ചു. സൈഡിലായിട്ട് ഇവിടെ ചെറിയൊരു കുഞ്ഞു ടേബിളുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെയായിരുന്നു ആദ്യം എൻ്റെ ടേബിൾ ഇട്ടിരുന്നത്. എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. എനിക്കിങ്ങനെയാണ്, ചില സമയത്ത് ഇവിടെ ഇരിക്കാൻ തോന്നും, ചില സമയത്ത് അപ്പുറത്തിരിക്കാൻ തോന്നും. ബട്ട് ഈ ഒരു മേക്ക് ഓവർ റൂം കറക്റ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. റൂമിൽ ഇപ്പോൾ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഇനി വീട്ടിലെ പുരാതന വസ്തു ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ പുൽക്കൂടാണ്. എല്ലാ വർഷവും ഡിസംബർ ആകുമ്പോൾ മാത്രമേ പുള്ളി താഴോട്ട് ഇറങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് പാക്ക് ചെയ്ത് ഇവിടെ വെക്കും.
പിന്നെ എൻ്റെ അലമാരയുടെ സൈഡിലായിട്ട് കുറച്ച് സ്ലിംഗ് ബാഗ്സ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ സ്ലിംഗ് ബാഗ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അങ്ങനെ പെട്ടെന്നുള്ളൊരു ക്വിക്ക് മേക്ക് ഓവർ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.